നമുക്ക് അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിന് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കാം. പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാട്ടെ, പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാ വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അനേകര് എൻ്റെ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന വേണമേ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ വ്യക്തികളുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വളരെ പ്രാധാന്യതയാണ്. പ്രതീക്ഷയോടുള്ള പ്രാർത്ഥനകൾക്ക് ഏറ്റവും മറുപടിയുണ്ട്, പ്രതിഫലമുണ്ട്. നിശ്ചയമായി ആ വിഷയം ഒരിക്കലും നമ്മുടെ കരത്തിൽ നിന്ന് വിട്ടുപോകത്തില്ല. ദൈവത്തിൻ്റെ കരങ്ങളിൽ അത് സുരക്ഷിതമായിരിക്കുവാനിടയായി തീരും. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ച് ഓടി വന്ന് അവനെ വന്ദിച്ച്. ഹല്ലേലൂയ. മലയിന്മേൽ നിന്ന് ഇറങ്ങി വന്ന യേശുവിൻ്റെ അടുക്കലേക്ക് പുരുഷാരം ഓടി വന്ന് അവനെ വന്ദിക്കുവാനിടയായി തീർന്നു. എന്താ കാരണം? യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കാരണമുണ്ട്. ഇന്ന് പകൽക്കാലം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആലയത്തിൻ്റെ അകത്തളത്തിലേക്ക് കടന്നു വന്ന ദൈവമക്കൾക്കും ഓരോ കാരണമുണ്ട്, ഓരോ പ്രാർത്ഥന വിഷയമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടു കൂടെയാണോ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, നിശ്ചയമായി ആ വിഷയത്തിന് മറുപടി തരുവാൻ ശക്തിയുള്ള ദൈവമത്രേ. ഹല്ലേലൂയ. നമ്മുടെ അല്പവിശ്വാസമല്ല, പൂർണ്ണ വിശ്വാസമാണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ നോക്കി പലപ്പോഴും പറഞ്ഞത്, അല്പവിശ്വാസിയേ, നിങ്ങളുടെ വിശ്വാസം എന്ത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുവാനിടയായി തീരുകയാണ്. 17-ാം വാക്യം താഴേക്ക് വായിക്കുമ്പോൾ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അതവൻ എവിടെ വെച്ചും പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ചു വരണ്ടു പോകുന്നു. അതിന് പുറത്താക്കേണ്ടത് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ആ വിഷയം യേശുവിനോട് കൈമാറിയപ്പോൾ ഹല്ലേലൂയ, ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്? എത്ര പേർ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്? യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ എത്ര പേര് കൈമാറുന്നുണ്ട്? ഹല്ലേലൂയ. പലപ്പോഴും ഏറിയെന്ന് സഹിച്ച അവസാന ഘട്ടമല്ലേ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുന്നത്. എത്രയോ ഭവനങ്ങളിൽ അസ്വസ്ഥത പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കേൾക്കേണ്ടത്, ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവമക്കളെ, യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ്റെ തന്ത്രങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ അധീനപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരുകയാണ്. യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന എത്ര സന്തോഷമാണെന്നറിയാവോ? യേശുവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ കഷ്ടതകൾ വന്നാലും, ദുഃഖങ്ങൾ വന്നാലും, രോഗം വന്നാലും അതിന് നിശ്ചയമായ മറുപടിയുണ്ട്. ഹല്ലേലൂയ. അതാണ് പ്രിയ ദൈവമക്കളെ, ക്രിസ്തു യേശുവിലൂടെ ദൈവമക്കൾക്കൊരു പ്രതീക്ഷയുണ്ട്. 5 മണ്ഡപമുള്ള ദൂതൻ കുളം കലക്കുമ്പോൾ ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് പുറത്തു വന്ന് തുള്ളിച്ചാടിക്കൊണ്ട് പോകുമ്പോൾ 38 വർഷം കിടന്നവൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ പലരും സമ്പന്നരും ശ്രേഷ്ഠന്മാരും നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു നന്മയില്ലല്ലോ എന്നോർത്ത് നിലവിളിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. നിശ്ചയമായി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അനേകർ സ്വന്തക്കാരായിക്കോട്ടെ, അയൽവക്കംകാരായിക്കോട്ടെ, കണ്ണാലെ കാണുന്ന പലരും ബ്ലെസ്സിങ്ങോടുകൂടെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തിനൊരു മറുപടിയല്ലല്ലോ, എൻ്റെ ഈ വിഷയത്തിനൊരു മറുപടിയല്ലോ എന്ന് വ്യക്തിപരമായ പല വിഷയങ്ങൾ അക്കമിട്ട് മാറ്റിവെച്ചത് നടക്കത്തില്ല എന്ന് മാറ്റിവെച്ച് അവോയ്ഡ് ചെയ്യുമ്പോൾ, ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിശ്ചയമായും ശ്രേഷ്ഠതയോടെ മാനിക്കുന്ന ഒരു ദിനമുണ്ട്, ഒരു ദിവസമുണ്ട്. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയുവാൻ കഴിയുമോ? വിശ്വസിക്കുന്നവർ വ്യാപരിക്കും ദൈവശക്തി. ഹല്ലേലൂയ. ഇപ്പോൾ കാണുന്ന
കാഴ്ചകളല്ല പ്രിയ മക്കളെ, ആ കാഴ്ചകൾ മാറ്റിമറിയാൻ പോവുക. പലരുടെയും അത്ഭുതങ്ങൾ കണ്ട് മടുത്തുപോയില്ലേ? പലരുടെയും ജീവിത സാഹചര്യം കണ്ട് എൻ്റെ ജീവിതത്തിലും ഇങ്ങനൊരു അത്ഭുതം സംഭവിക്കുമോ എന്ന് ചിന്തിച്ച നിമിഷങ്ങളില്ലേ? വെയിറ്റ് ചെയ്യ്. ദൈവം നിശ്ചയമായി അത്ഭുതം ചെയ്യുവാൻ ശക്തനായിരിക്കും ദൈവമാണ്. എങ്ങനെ? നമ്മൾ വചനത്തിൽ തന്നെ എടുക്കാം. 38-ാമത്തെ വർഷത്തിൽ എന്താ സംഭവിച്ചേ? മറ്റുള്ളവർക്കുള്ള ദൂതൻ കുളം കലങ്ങുമ്പോൾ ഇറങ്ങി സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ അവൻ്റെ കിടക്കയൊക്കെ ആരാ എടുത്തുകൊണ്ട് പോകുന്നേ? സ്വന്തക്കാർ, ബന്ധുമിത്രാദികളും വന്നെടുത്ത്, എനിക്ക് തോന്നുന്ന ഒരു കയ്യിലൊക്കെ പിടിച്ചോണ്ടാണ് പോകുന്നത് അല്ലേ? അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യത്തിൽ 38 വർഷമായി അവൻ്റെ പരാതി കേട്ടോ. യേശു വന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, ദൂതൻ കുളം കലക്കുമ്പോൾ കുളത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ എനിക്ക് കഴിയത്തില്ല. അപ്പോൾ എത്രത്തോളം കിടപ്പ് രോഗിയായിരുന്നു അദ്ദേഹം. ഹല്ലേലൂയ. ദൂതൻ കുളം കലക്കുമ്പോൾ ആ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയാതെ വണ്ണം കിടപ്പ് രോഗിയായിരുന്ന വ്യക്തി യുടെ അടുക്കലേക്ക് യേശു വന്നപ്പോൾ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠമായി എന്താ സംഭവിച്ചേ? ആ കിടക്കയെടുത്ത് നടക്കത്തക്കവൻ, കിടക്കയെടുത്ത് ഭവനത്തിലേക്ക് പോകത്തക്കവണ്ണം അത്ഭുത വിടുതൽ സംഭവിച്ചെങ്കിൽ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ? ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഓർത്ത് ഭയപ്പെടേണ്ട. യേശുവിന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നത്? നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. 12 വർഷമായ രക്തസ്രാവസ്ത്രീക്ക് എന്താ പറയാനുള്ളത്? ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ദൂത് കൈമാറുകയാ. 12 വർഷമായ സ്ത്രീക്ക് എന്താ പറയാനുള്ളത്? ഹല്ലേലൂയ. തനിക്കാവുന്ന അത്ര ചെയ്ത് നോക്കി. വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു. രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളത്, എന്നാൽ വൈദ്യന്മാരെ കൊണ്ടാൽ ഏറിയൊന്ന് സഹിച്ചു. തൻ്റെ കിടപ്പാടം വരെ വിറ്റ് വൈദ്യന്മാർക്ക് കൊടുത്തിട്ട് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ഡോക്ടേഴ്സിനെ എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ആ രക്തസ്രാവ സ്ത്രീ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ പറയുന്നത്? യേശുവിനെ കുറിച്ചൊരു കേൾവി ആ സ്ത്രീ കേട്ടു. ഹല്ലേലൂയ. ഉടനെ ഹൃദയത്തിൽ നിശ്ചയിച്ചു. എന്താ? ഹൃദയത്തിൽ വിശ്വസിച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത്ഭുതകരമാവണം. നമ്മുടെ കണ്ണാലെ കാണുന്നതല്ല, കണ്ണാലെ കാണുന്നതിനപ്പുറമായി ദൈവിക വിടുതൽ ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി വെളിപ്പെടുകയാണ്. ഓ ശമന ഘടകതുര എല്ലാം കരങ്ങളെ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. വൈദ്യന്മാർക്കാൽ കഴിയാത്തത്, സമ്പന്നരാൽ കഴിയാത്തത്, ശ്രേഷ്ഠന്മാർ കഴിയാത്തത് ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതീക്ഷയറ്റവർക്ക് പുത്തൻ പ്രതീക്ഷ നൽകുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വൈദ്യന്മാർക്ക് കഴിയാത്തത്, സമ്പന്നന്മാർക്ക് കഴിയാത്തത്, ശ്രേഷ്ഠന്മാർക്ക് കഴിയാത്തത്, അധിപതികൾക്ക് കഴിയാത്തത് എൻ്റെ ദൈവത്തിന് കഴിയും. നീ വെയിറ്റ് ചെയ്യുക. ഹൃദയത്തിൽ നീ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ ഹൃദയത്തിൽ വിശ്വസിച്ചു. അവൾ പറയാം, എനിക്ക് അവൻ്റെ വസ്ത്രത്തെ പോലും തൊടുവാനുള്ള യോഗ്യതയില്ല. വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാ എനിക്കൊരു സൗഖ്യം ലഭിക്കും, എനിക്കൊരു വിടുതൽ ലഭിക്കുമെന്ന് അവൾ ഉള്ളം കൊണ്ട് വിശ്വസിച്ചു. ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നൊരു വിടുതലുണ്ടെന്നുള്ളത്. യേശുവിന് വേണ്ടിയാണോ വെയിറ്റ് ചെയ്യുന്നത്? യേശുവിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ഉള്ളം കൊണ്ടെന്ന് വിശ്വസിച്ച്, യെസ്, എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഈ വിഷയത്തിന് യേശുവിലൂടെ എനിക്കൊരു മറുപടി ഉണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്നപ്പോൾ 50-ാമത്തെ ദിവസം ആ പെന്തക്കോസ് നാളിൽ ദൈവശക്തി ഇറങ്ങി വരുവാനിടയായി തീർന്നു.
ഹല്ലേലൂയ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എവിടെ എത്തും? തിരുമുമ്പിൽ മാത്രമല്ല, അവൻ്റെ ചെവിയിലെത്തിയുന്ന നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാതിലെത്തുകയാണെങ്കിൽ നിശ്ചയമായി ആ വിഷയത്തിന് മറുപടി തരാതെ ഇരിക്കത്തില്ല. ദൈവം എപ്പോഴും നമ്മളെ അനുഗ്രഹിക്കാൻ ശക്തനായിരിക്കും ദൈവമാണേ. നമ്മുടെ കയ്യിലിരിപ്പല്ലേ ദൈവിക ബ്ലെസ്സിങ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. ശരിയാണോ? ഹല്ലേലൂയ. നിങ്ങളുടെ അകർത്യം അത്രേ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അകർത്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കുറ്റം മാത്രമല്ല. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും അതൊരു കുറ്റമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. ആ കുറ്റത്തിലൂടെയും ഒരു ശിക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവിക കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ യെസ്, നിശ്ചയമായും ആ സ്ത്രീ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചോളൂ. വൈദ്യന്മാരെയൊക്കെ കൈ ഒഴിഞ്ഞിട്ട് വിട്ടിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്ന് ഉള്ളത്തിൽ ചിന്തിച്ച ഉടനെ തന്നെ യേശുവിലൂടെ അത്ഭുതങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7:7 പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പോ, അതൊക്കെ എത്ര നല്ല വാക്യമല്ലേ. അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തുവിൻ, മുട്ടുവിൻ തുറക്കും, യാചിക്കുന്ന ഏവനും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നു. ആരെ ദൈവം കൈവിടത്തില്ല. ഹല്ലേലൂയ. ആരൊക്കെ ദൈവസന്നിധിയിൽ മുട്ടുന്നുണ്ടോ, എൻ്റെ ഈ വിഷയത്തിന് മറുപടി എന്ന് പറഞ്ഞ് എത്ര പേര് മുട്ടുന്നുണ്ടോ, നിങ്ങൾക്കെല്ലാം തുറക്കപ്പെടും. ആരെല്ലാം യാചിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുന്നുണ്ടോ കണ്ടെത്തും, മുട്ടുന്ന എല്ലാവർക്കും തുറക്കും. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാ, ആ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കാത്തത്? മുട്ടാത്തത് കൊണ്ട് കിട്ടുന്നില്ല, അന്വേഷിക്കാത്തത് കൊണ്ട് കണ്ടെത്തുന്നില്ല, മുട്ടുന്നത് കൊണ്ടാണ് ഏവർക്കും തുറക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ യെശയ്യാപ്രവാചകൻ പറയും, നമ്മുടെ കുഴപ്പമല്ലേ? നമ്മുടെ കുഴപ്പമാണോ? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 11-ാം വാക്യമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം നന്മ നൽകുമെന്ന്. ഹല്ലേലൂയ. എപ്പോഴും കഷ്ടത്തിലൂടെ പോകാനുള്ളതല്ലെന്നേ ദൈവത്തിൻ്റെ പദ്ധതി. എപ്പോഴും ഇങ്ങനെ ദുഃഖത്തിലൂടെ പോകാനുള്ളതല്ലേ, എപ്പോഴും ഇങ്ങനെ വായ്പ മേടിക്കാനുള്ളതല്ലെന്നേ ദൈവത്തിൻ്റെ പദ്ധതി. എപ്പോഴും അങ്ങനെ രോഗിയാണ് എന്ന് പറഞ്ഞിരിക്കാനുള്ളതല്ലെന്നേ ദൈവത്തിൻ്റെ പദ്ധതി. തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം ലഭിക്കും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശു നാം അക്കരയ്ക്ക് പോകാം, അത് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ആ ഭാഗത്തേക്കല്ല, വേറൊരു ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. ഒന്ന് വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യം. ഇവിടെ നാം സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് മുൻപോട്ട് യാത്രയായി. ഉടനെ തിര തള്ളി പടകിലേക്ക് കയറി. യേശു എവിടെ ഇരിക്കുന്നത്? യേശു അമരത്തിരിക്കുകയാണ്. ജീസസ്. ഈ മനുഷ്യരും ദൈവവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. യേശുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ്. ലോകത്തിലൊരു മൃഗത്തെ ദൈവം അങ്ങനെ സ്നേഹിക്കത്തില്ല. ദൈവം സൃഷ്ടിച്ച ഒരു മരത്തെ സ്നേഹിക്കത്തില്ല. ദൈവം സൃഷ്ടിച്ച സൂര്യനെ ചന്ദ്രനെ ഒന്നും ദൈവം അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെന്നേ. ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ അധികാരം തന്ന നമ്മളെ ആക്കിയ ദൈവത്തേക്കാൾ അല്പം മാത്രം താഴ്ത്തി ബഹുമാനവും തേജസ്സും അണിയിപ്പിച്ച മനുഷ്യനെ ദൈവം സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം ഭൂമിയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചിട്ട് നല്ലത് 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 എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെയും സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ സകലതയും സൃഷ്ടിച്ചിട്ട് നല്ലത് എന്ന് പറഞ്ഞിട്ട് മാനുഷിക സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുത്തു. താൻ സൃഷ്ടിച്ച ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു. കണ്ടോ കരുതൽ? കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചൊരു കരുതലുണ്ട്. അപ്പൻ മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നുന്ന ദൈവം. ഹല്ലേലൂയ.
ആ ദൈവത്തിൻ്റെ സ്നേഹത്തോട് എത്ര പേർക്ക് ചേർന്ന് വരുവാൻ കഴിയും? നമുക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്ന വഴിയിൽ തിര തള്ളി പടകിലേക്ക് കയറിയപ്പോൾ യേശു ഉണർന്നോ? കടലിൽ എന്താ, ഉപ്പുവെള്ളമല്ലേ? അരുമരക്ഷകനായിരിക്കുന്ന യേശു ആ പടകിൻ്റെ അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുമ്പോൾ യേശുവിന് അറിയത്തില്ലേ തിര തള്ളി പടകിലേക്ക് കയറുന്നു എന്നുള്ളത്? ഉപ്പുവെള്ളം തൻ്റെ വായിലും മൂക്കിലും കണ്ണിലും കയറുന്നു എന്നുള്ളതിന് യേശുവിന് അറിയത്തില്ലേ? യേശു എന്തുകൊണ്ട് ഉണർന്നില്ല? ഹല്ലേലൂയ. യേശു ഉണരാത്ത കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രകൃതിക്കൊന്നും യേശുവിനെ ഉണർത്തുവാൻ കഴിയത്തില്ല. പ്രകൃതിയുടെ ഹുങ്കാര ശബ്ദങ്ങളും അലയടിച്ചു വരുന്ന തിരമാലകളും ആഞ്ഞടിച്ചു വരുന്ന കാറ്റുകളൊന്നും യേശുവിനെ ഉണർത്തത്തില്ല. ഹല്ലേലൂയ. താൻ സ്നേഹിക്കുന്ന മക്കൾ അപ്പാ എന്ന് വിളിക്കുമ്പോൾ, നാഥ എന്ന് വിളിക്കുമ്പോൾ ഉണരാതിരിക്കുവാൻ കഴിയത്തില്ല എൻ്റെ യേശുവിന്. എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? ഹൃദയത്തിൻ്റെ വേദനയോടുകൂടെ ഇന്ന് പകൽക്കാലം യേശുവേ എന്ന് വിളിക്കുമ്പോൾ അടുക്കിലേക്ക് ഓടി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഉപ്പുവെള്ളമൊക്കെ ആഞ്ഞടിച്ച് തൻ്റെ ആ മുഖത്തും വായിലും തലയിലും മുടിയിലും ഒക്കെ ആഞ്ഞടിച്ച് കയറിയപ്പോൾ, ഉപ്പുവെള്ളം നിറഞ്ഞ് പതഞ്ഞ് കയറിയപ്പോഴൊന്നും യേശു ഉണർന്നില്ല. തൻ്റെ മക്കൾ, അധികമായി സ്നേഹിക്കുന്ന മക്കൾ, നാം അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ വാക്കുകേട്ടനുസരിച്ച് പടകെടുത്ത് അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി മന്ദം മന്ദം മുൻപോട്ട് യാത്ര ചെയ്യുന്ന തൻ്റെ മക്കൾക്കൊരു വേദന വന്നപ്പോൾ നാഥ എന്ന് വിളിച്ചപ്പോൾ താൻ ഉടനെ ചാടി എഴുന്നേറ്റ്. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ മക്കളെ, നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ ക്രിസ്തുവിന് കഴിയും. ഹല്ലേലൂയ. എത്ര പേര് യേശുവേ എന്ന് വിളിക്കുവാൻ റെഡിയാണ്? നമ്മുടെ വിഷയത്തിന് മറുപടിക്ക് വേണ്ടി യേശുവേ എന്ന് എത്ര പേർക്ക് വിളിക്കുവാൻ റെഡിയാണ്? ഉടനെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായത്. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് അങ്ങക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചാടി എഴുന്നേറ്റ്. വചനത്തിൽ എഴുതി, ഉടനെ ചാടി എഴുന്നേറ്റു. തിരക്കോ കാറ്റിനോ കടലിനോ ആർത്തലച്ചു വരുന്ന തിരമാലകൾക്ക് ഒന്നും നാഥനെ പടകിൽ അമരത്ത് തലയിണ വെച്ച് കിടന്നുറങ്ങുന്ന നാഥനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചാടി എഴുന്നേറ്റിട്ട് കാറ്റേ അടങ്ങ, കടലേ ശാന്തമാക എന്ന് പറഞ്ഞ് യോശുവ ഒരിക്കൽ സൂര്യനെ നോക്കി പറഞ്ഞു, സൂര്യ നീ ഗിബിയോനിലും ചന്ദ്ര നീ അയന്നോൻ താഴ്വരയിൽ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം സൂര്യൻ നിശ്ചലമായി നിന്നു. ദൈവം സൃഷ്ടിച്ച സൂര്യൻ ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് നിശ്ചലമായി നിന്നെങ്കിൽ, സൂര്യനെ സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന യേശു ഒരു ഭിക്ഷക്കാരൻ്റെ നിലവിളികളുടെ മുമ്പിൽ നിന്നില്ലേ? ഒന്ന് ഇമാജിൻ ചെയ്യുവാൻ കഴിയുമോ പ്രിയ മക്കളെ? സൂര്യനെ സൃഷ്ടിച്ച ദൈവം ഒരു മനുഷ്യൻ പറഞ്ഞ് നിശ്ചലമാക്കിയെങ്കിൽ, സൂര്യനെ സൃഷ്ടിച്ച ദൈവം ധിമായുടെ മകനായിരിക്കുന്ന ബർധിമായുടെ നിലവിളിയിൽ ദാവീദുപുത്രാ ഞാൻ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയുക, ഞാൻ നിനക്ക് എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് പകൽക്കാലം ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നിശ്ചയമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയുണ്ട്. പ്രതീക്ഷയോടെയുള്ള പ്രാർത്ഥന ഏറ്റവും ഫലമുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടത്തില്ല. ഓ ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പകൽക്കാലം എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, വിളിച്ചാൽ വിളി കേൾക്കുന്ന നാഥൻ്റെ കരമെന്ന് പകൽക്കാലം ചലിക്കുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ ഒരു യാചകൻ്റെ മുമ്പിൽ നിന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ദൈവമക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുന്ന അരുമരക്ഷകനായിരിക്കുന്ന യേശു നമ്മുടെ അടുക്കൽ ഇന്ന് പകൽക്കാലം കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥനകൾക്കായി തലകളെ വണക്കാമല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് പകൽക്കാലം വെളിപ്പെടട്ടെ. അങ്ങയുടെ ശക്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടണം. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടണം കർത്താവേ.